വ്ളോഗുമായി സജീവമാണ് അരുൺ രാമചന്ദ്രൻ. താൻ വിവാഹിതനാവാൻ പോവുകയാണെന്ന് പറഞ്ഞുള്ള വീഡിയോ അടുത്തിടെ പങ്കുവച്ചിരുന്നു. ഭാവി വധുവിൻ്റെ മുഖം ആദ്യം കാണിച്ചിരുന്നില്ല. പെൺവീട്ടുകാർ വീട്ടിൽ വന്നതും വിവാഹം ഉറപ്പിച്ചതിനെക്കുറിച്ചുമെല്ലാം അരുൺ വിവരിച്ചിരുന്നു. അതിനിടയിൽ നടത്തിയ ചില പരാമർശങ്ങൾ വൻ വിവാദമായിരുന്നു. മുക്കാൽ ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണെന്ന അരുണിൻ്റെ കമൻ്റാണ് വിവാദമായത്. കല്യാണത്തെ കച്ചവടമാക്കരുതെന്നും കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണമെന്നുമായിരുന്നു കമൻറ്റുകൾ. സഹോദരിയുടെ വിവാഹവും ഇതുപോലെയായിരിക്കുമോ? ബിരിയാണിയുടെ കണക്ക് പറഞ്ഞ് ബന്ധുക്കളെ ആദ്യം തന്നെ അപമാനിച്ചു. നല്ല അഹങ്കാരമുണ്ടല്ലോ, ഇത്രയും സംസ്കാരശൂന്യനായിരുന്നോ? തുടങ്ങിയ കമൻറ്റുകളായിരുന്നു വന്നത്. സംഭവം വിവാദമായതോടെയായിരുന്നു അരുൺ തന്നെ ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഓരോ ദിവസം കഴിയുന്തോറും എന്നെ അഹങ്കാരിയായി ചിത്രീകരിക്കുകയാണ് എല്ലാവരും. കല്യാണ സാരി എടുക്കാൻ പോയപ്പോഴായിരുന്നു ഞാൻ ആ കമൻറ്റ് പറഞ്ഞത്. പെൺവീട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ഒരു മുക്കാൽ ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ രാജമാണിക്യത്തിലെ ഡയലോഗ് ഓർത്തപ്പോൾ പറഞ്ഞതായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഓർക്കാതെ കാഷ്വലായി പറഞ്ഞതായിരുന്നു. അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് പറഞ്ഞുവെന്നും ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടിയെന്നും കുറച്ച് മര്യാദയാവാം, അങ്ങനെ കുറേ കമൻറ്റുകൾ കണ്ടു. ആരെയും അപമാനിക്കാനായി പറഞ്ഞതല്ല. ആ പ്രസ്താവനയ്ക്ക് വേറെയൊരു അർത്ഥമുണ്ടെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കമൻറ്റുകൾ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു അർത്ഥമുണ്ടല്ലേ ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. കേൾക്കുന്നവരുടെ മനസ്സും ചിന്താഗതിയുമൊക്കെ വ്യത്യസ്തമാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. ഇത്തരത്തിലൊരു വ്യാഖ്യാനം വരുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. നല്ലൊരു ഉദ്ദേശത്തോടെയായിരുന്നു ഞാനത് പറഞ്ഞത്. കല്യാണമല്ലേ, ആ സന്തോഷത്തിൽ പറഞ്ഞതാണ്. എൻ്റെ കല്യാണമല്ലേ, അത് ഞാൻ മുടക്കുമോ? ഇത് നടക്കാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം. ഈ വീഡിയോ കണ്ട ശേഷം ആ പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു. എല്ലാവരും എന്നെ സിമ്പിൾ പെൺകുട്ടിയെന്ന് പറഞ്ഞത് കേട്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അരുൺ ചേട്ടനെക്കുറിച്ച് ആളുകൾ മോശം പറയുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് നിനക്ക് എന്തു തോന്നിയെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ കാഷ്വലായിട്ട് പറഞ്ഞതല്ലേ, വീട്ടുകാരും ചിരിച്ച് എൻജോയ് ചെയ്തു, ആ ഒരു സെൻസിലേ എടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞു. എന്നെ ഇത്രയും കാലമായി അറിയുന്നവരല്ലേ നിങ്ങൾ. ഒരു രാത്രി കൊണ്ട് ഞാൻ ഇത്രയും മോശക്കാരനാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം ബഹുമാനം കുറച്ചല്ലോ. ആരെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് കച്ചവടമൊന്നും അല്ലെന്നും ജീവിതമാണെന്നും എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് അതങ്ങ് ഉറപ്പിച്ചു എന്നായിരുന്നു ഞാൻ പറയേണ്ടിയിരുന്നത്. അതെൻ്റെ തെറ്റാണ്, ഞാനതിൽ ഖേദിക്കുന്നു. കമൻറ്റുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടാകും.